السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله حمدا والشكر لله شكرا. اللهم لك الحمد ولك الشكر يا الله. اللهم صل على محمد وعلى آل محمد وصل عليه صلاة تسليما كثيرا. أما بعد فاتقوا الله عباد الله. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم: إنما الأعمال بالنيات وإنما لكل امرئ ما نوى. റവാഹു ബുഖാരി. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമേ എന്ന് ഉണർത്തുന്നു. ഒരാള് ജമാഅത്തായുള്ള നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്നു. അയാൾ ഉളൂഹ് ചെയ്ത് പള്ളിയിൽ പ്രവേശിച്ചു. നേരെ വന്ന് നിസ്കരിച്ചു. അയാൾ സുന്നത്താണ് നിസ്കരിച്ചത്. അയാൾ നമസ്കരിച്ചത് സുന്നത്താണ്. ബാങ്കിന് മുമ്പാണെങ്കിൽ തഹിയ്യത്ത് മാത്രമേ ഉള്ളൂ, റവാത്തിബില്ല. ഞാൻ ഇന്നലെ പറഞ്ഞത് സംശയം വന്നതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. ബാങ്കിന് മുമ്പ് റവാത്തിബില്ല, ചെയ്യാൻ പാടില്ല. നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പുമുള്ള സുന്നത്ത് ബാങ്ക് വിളിക്കുമ്പോഴാണ് ആരംഭിക്കുക. ഇഖാമത്ത് കൊടുത്താൽ തീർന്നു, പിന്നെ ഇല്ല. നമസ്കരിക്കാത്ത നേരത്തെ വരണം, അതേ മാർഗമേ ഉള്ളൂ. ലോഹർ കഴിഞ്ഞുള്ള സുന്നത്ത് ആരംഭിക്കുന്ന ലോഹർ നിസ്കാരത്തിന് ശേഷമാണ്. അതെപ്പോഴാണ് ആരംഭിക്കുന്നത്? സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് 9 ദിക്ർ അവിടെ തോന്നിയിട്ടുണ്ട്. 9 ദിക്ർ ചൊല്ലണം, 1 2 അല്ല. 9 ദിക്ർ തർത്തീബായിട്ട് ചൊല്ലണം. ഖുൽ ഹുവല്ലാഹ്, ഫലഖ്, നാസ്, ആയത്തുൽ കുർസി. അത് കഴിഞ്ഞ് ദുആ ചെയ്യണം. എന്താ ഇല്ലാത്തതുള്ളൂ? ഇമാമ് നിന്നയാള് ദുആ ചെയ്യുക, പുറകിലുള്ള ആളുകൾ അതേ ഇല്ലാത്തതുള്ളൂ. ബാക്കിയൊക്കെ ഉണ്ട്. നമ്മൾ പ്രവാചകന്റെ ചര്യയിലേക്കൊന്നും മടങ്ങണം, അല്ലെ? സനാഉല്ലാ ബഖത്തി തങ്ങളുടെ ഒരു വരിയുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. ഇദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിക്കണം. അതെന്താണെന്നറിയുമോ? നിങ്ങൾ അറബിയിൽ പറഞ്ഞാൽ പടച്ചവനക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ. അദ്ദേഹത്തിന്റെ വാക്കാണത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സുന്നത്ത്. അപ്പൊ അത് കഴിയുമ്പോഴാണ് റവാത്തിബാകുക. ശ്രദ്ധിക്കേണ്ട വിഷയം, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എല്ലാ കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുന്നത് നിയ്യത്ത് കൊണ്ടാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയലല്ല. ആ വാക്കിന്റെ അർത്ഥം കരുതുക എന്നാണ്, മനസ്സിൽ ഉണ്ടാകുക. പള്ളിയിലേക്ക് വരുന്നതിനാ? സുബഹി നിസ്കരിക്കാനാണ്. അതിന് മുന്നേ ഒരാൾ വന്നു, അയാൾക്ക് മുന്നിൽ ഇന്നലെ ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്ന തഹിയ്യത്തുമുണ്ട്, റവാത്തിബുമുണ്ട്. ഇന്നലെ പറഞ്ഞ വിഷയത്തിൽ വീണ്ടും പറയുന്നു. ഒരാൾ പള്ളിയിലേക്ക് എത്തി. അയാൾക്ക് ആകെ 2 റക്അത്ത് നിസ്കരിക്കാനേ സമയമുള്ളൂ എന്ന് വിചാരിക്കുക. 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം അയാൾക്കുണ്ട്. അയാൾ പതിവായിട്ട് തഹിയ്യത്തും റവാത്തിബും നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? റവാത്തിബിന്റെ സുന്നത്ത് നിയത്ത് വെച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഫത്വയുടെ ആവശ്യത്തിൽ റവാത്തിബിന്റെ നിയത്ത് വെച്ചുകൊണ്ട് അയാൾ ആ സുന്നത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അയാൾക്ക് തഹിയ്യത്തിന്റെ കൂലിയും കിട്ടും, റവാത്തിബിന്റെ കൂലിയും കിട്ടും. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഫത്വയുടെ ആവശ്യത്തിൽ പ്രത്യേകം. അപ്പൊ ഏതൊരു കർമ്മവും അള്ളാഹ് സ്വീകരിക്കുക സുബ്ഹിന്റെ നിയത്ത് കൊണ്ടാണ്. സുബ്ഹി നിസ്കരിച്ചില്ലേ, ആ കൈ കെട്ടുന്ന സമയത്ത് മനസ്സിൽ നിയ്യത്ത് വരണം. അതിനിങ്ങനെ അതൊന്നും വേണ്ട, അതൊക്കെ വസുവാസാണ്.
ചില ആളുകളുണ്ടല്ലോ ഉസല്ലി സ്വലാത്ത് സുബ്ഹി, അതൊന്നും വേണ്ട, ഞാൻ സുബ്ഹി നിസ്കരിക്കുന്നു, അത്രയും മതി. അല്ലാഹ്ക്ക് അറിയാലോ അതുണ്ടാവണം. സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചു, തഹിയ്യത്താണ്, റവാത്തിബാണ്. അല്ല അത് സുന്നത്ത്. എന്ത് സുന്നത്ത്? അങ്ങനെ സുന്നത്തില്ല. പേരില്ലാത്ത നിയ്യത്തില്ലാത്തൊരു സുന്നത്ത് ഇസ്ലാമിലില്ല. ഒരാള് പള്ളിയിലേക്ക് സെക്രട്ടറിയെ കൊണ്ട് ഒരു 5000 രൂപ ഏൽപ്പിച്ചു. അപ്പൊ ചോദിക്കും, സ്വതക്കയാണ് സക്കാത്താണ്? സക്കാത്താണ്, അതാണ് സ്വതക്കയാണ് സക്കാത്താണ് ചോദിക്കും. അപ്പൊ സക്കാത്ത് എന്ന് എഴുതും, അത് നിയ്യത്താണ്, അല്ലാതെ 5000 അങ്ങനെയല്ല. അതിന്റെ അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പ്രവാചകന്റെ ചരിത്രം പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുക, പ്രവാചകന്റെ സുന്നത്ത് നിർബന്ധമാണ്. അത് സുന്നത്തല്ലേ, സുന്നത്താണല്ലോ, അങ്ങനല്ല. സുന്നത്തില്ലാത്തൊരു കർമ്മം അള്ളാഹു സ്വീകരിക്കില്ല. ഇപ്പൊ മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഉളൂഹ് ചെയ്യുമ്പോ മുൻകൈ കഴുകണം. ഖുർആൻ എവിടെയുള്ളത്? ഉളൂഹ് ചെയ്യുമ്പോ മുൻകൈയുടെ ബിസ്മി പറയാണ്. ഖുർആൻ എവിടെയുള്ളത്? ബിസ്മില്ല. അല്ലാഹു റസൂൽ ഹബീബിന്റെ സുന്നത്താണത്. അത് ഓർമ്മപ്പെടുത്തുന്നു. ഏതൊരു കർമ്മവും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കുന്നത്. എന്താണോ കരുതിയത് അത് അവന് കിട്ടും, കരുതിയില്ലേ കിട്ടില്ല. ഇനി ഒരാള് സുന്നത്ത് നിസ്കരിച്ചു, അല്ലാഹു അഅലം, കൂലിയുണ്ടോ? ഏത് കർമ്മമാണെന്ന് അറിയില്ല, കൂലി പടച്ചോ തന്നേക്കാം. പക്ഷെ നിയ്യത്തുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന് എന്താണോ പ്രതിഫലം അത് അന്ന് തരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നിയ്യത്തില്ലാത്ത കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കില്ല. വീണ്ടും ആവർത്തിക്കുന്നു, അത് പ്രവാചകന്റെ സുന്നത്താണ്, സുന്നത്താണ്, സുന്നത്താണ്. അതിന് മുറുകെ പിടിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صيبا نافعا يا رب العالمين. اللهم صيبا نافعا يا رب العالمين. اللهم صيبا نافعا يا أرحم الراحمين. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.